മേപ്പാടി പള്ളിക്കാട്ടിലെ തട്ടുതട്ടായി കിടക്കുന്ന മണ്ണിലെ എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത കബറുകൾക്കിടയിലൂടെ ഒരിക്കൽ കൂടി അവർ നടന്നു കയറി. നിറഞ്ഞ പച്ചപ്പുകൾക്കിടയിലൂടെ ചെറുതണുപ്പിൽ നനഞ്ഞ് ഇളം കാറ്റിനെ കേട്ട് ഓരോ അടി വെക്കുമ്പോഴും അവരങ്ങനെ വിങ്ങുകയായിരുന്നു. തങ്ങളുടേതായ എല്ലാം ഇല്ലാതായിപ്പോയ ആ ഭീകരരാത്രിയുടെ ഓർമ്മകൾ അവരെ വല്ലാതെ കുത്തിനോവിക്കുന്നുണ്ടായിരുന്നു. തീർത്തും ശാന്തമായ ആ അന്തരീക്ഷത്തിലെ ചെറു അനക്കങ്ങൾ പോലും അവരെ നടുക്കത്തിലാക്കുന്നുണ്ടായിരുന്നു. ഒറ്റ രാത്രിയിൽ കണ്ണടച്ച് തുറക്കുന്ന ഒരു നിമിഷത്തിൻ്റെ ദൈർഘ്യത്തിൽ ഉരുൾ തകർത്തെറിഞ്ഞ ജീവനും ജീവിതങ്ങളും. മേപ്പാടി ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന പ്രിയപ്പെട്ടവരെ കാണാനാണ് അവർ ഒരിക്കൽ കൂടി ആ ഖബറുകൾ നിൽക്കുന്ന കുന്നു കയറിയത്. സമസ്ത വയനാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രാർത്ഥനാ ചടങ്ങിൽ സംബന്ധിക്കുന്നതിനായിരുന്നു അത്. ദുരന്തത്തിൻ്റെ 15-ാം ദിവസം നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് സാക്ഷികളാകാൻ കുടുംബങ്ങളിൽ ശേഷിച്ച സ്ത്രീകളും പള്ളിക്ക് സമീപത്ത് എത്തിയിരുന്നു. അടുത്തടുത്തായി നിരന്നു കിടക്കുന്ന ഇനിയും ഉറച്ചുപോയിട്ടില്ലാത്ത 49 ഖബറുകൾ. ഹൃദയഭേദകമായിരുന്നു ആ രംഗം. ഉമ്മമടിയിലെ കുഞ്ഞുറക്കത്തിൽ നിന്ന് വേർപെട്ടു പോയ പൊന്നുമക്കൾ, ചേർന്നു നിന്നിട്ടും ചേർത്തു പിടിച്ചിട്ടും തടയാനാകാത്ത വെള്ളപ്പാച്ചിൽ അടർത്തിയെടുത്ത ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, അയൽക്കാർ. ഇങ്ങനെ തങ്ങൾക്കറിയുന്നതും അറിയാത്തതുമായ ഖബറുകൾക്കരികെ പ്രാർത്ഥനകൾ കണ്ണീരായ നിമിഷം. ദിവസങ്ങൾക്ക് ശേഷം പരസ്പരം കാണുകയാണ് അവരിൽ പലരും. എടാ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തൊണ്ട ഇടറിയാണ് അവർ പരസ്പരം സംസാരിച്ചത്. കാലമേറെ കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നാം കളിയായി ചോദിക്കുന്ന ആ ചോദ്യം ചോദിച്ചാണ് അവർ പരസ്പരം പുണർന്നത്. ഒരായുസ്സിലേറ്റാവുന്നതിലേറെ സങ്കടത്തിൻ്റെ കനം തൂങ്ങുന്ന ആലിംഗനങ്ങൾ. മുഹമ്മദ് ഹാനി എന്ന 15-കാരനുമുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. ഈ ഭൂമിയിൽ അനിയത്തിയെ ഒഴികെ സ്വന്തമായി ഒന്നും ആരും ശേഷിക്കാത്തവനാണ് അവൻ. ഹാനിയെ കണ്ടതും ഉരുളെടുത്ത അവരുടെ മക്കളുടെ ഓർമ്മയിൽ അവിടെയുള്ള ഉമ്മമാർ നെഞ്ചുപൊട്ടി കരഞ്ഞത് കാണാം. പലരും അവനെ ചേർത്ത് പിടിച്ചു. നിന്നെ ഞങ്ങൾ തനിച്ചാക്കില്ല എന്ന ഒരു ഉറപ്പിൽ. അങ്ങനെ പരസ്പരം ആശ്ലേഷിച്ചും സമാധാനിപ്പിച്ചും താങ്ങും തണലുമായി അവർ ഒറ്റ മനസ്സോടെ, ഒറ്റ നോവോടെ നെഞ്ചുലച്ച അവരുടെ പ്രാർത്ഥനകളിൽ പ്രകൃതി പോലും ചേർന്നിട്ടുണ്ടാകും. ആകാശത്തോളം ഉയർന്ന പ്രാർത്ഥനാ വാക്കുകൾക്ക് ആമീൻ പറഞ്ഞിട്ടുണ്ടാകും. എല്ലാം കഴിഞ്ഞ് ആ മലയിറങ്ങുമ്പോൾ തീരാത്തൊരു ഗദ്ഗതം ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു.